കർത്താവ് തന്റെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കൂടാര പെരുന്നാൾ ആചരിക്കണം. അപ്പൊ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്, പ്രവാസത്തിൽ നിന്ന് വന്ന ജനം അവരുടെ വീടുകളിൽ നിന്നൊക്കെ മാറിയിട്ട് കെട്ടിടങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈന്തമടലും കൊഴുന്തും മരങ്ങളുടെ കൊമ്പെല്ലാം കൊണ്ടുവന്ന് കൂടാരങ്ങളുണ്ടാക്കി അതിനകത്ത് താമസിച്ചു. അതവർക്ക് ഭയങ്കര സന്തോഷമായി. വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ അവർക്ക് സന്തോഷമായി. കാരണം ശമൂവേൽ പ്രവാചകന്റെ കാലം തുടങ്ങി, പിന്നെ ഇങ്ങോട്ട് ഇത് ആചരിച്ചിട്ടില്ല. ഭയങ്കര സന്തോഷം. അപ്പൊ എന്താണ് ഈ കൂടാര പെരുന്നാൾ? എലിയാവിനോട് ചോദിച്ചാൽ മതി. എലിയാവൻ ഈ കൂടാര പെരുന്നാൾ ആചരിച്ചിട്ടുണ്ടോ? പിന്നെ കെരീത്ത് തോട്ടലായിരുന്നു എൻ്റെ കൂടാര പെരുന്നാൾ. വലിയ രാജാവ്, അവൻ്റെ സൈന്യം എന്നെ കണ്ടേയില്ല, എൻ്റെ ശത്രുക്കൾ എന്നെ കണ്ടതേയില്ല. ഫുഡ് എനിക്ക് കാക്കകൾ കൊണ്ട് തന്നു, വെള്ളം നദി കൊണ്ട് തന്നു, അരുവി കൊണ്ട് തന്നു. ക്ഷാമത്തിന്റെ നടുവിൽ ഒന്നിലും മുട്ടില്ലാതെ ഞാൻ കൂടാര പെരുന്നാൾ ആചരിച്ചു. മോശയോട് ചോദിച്ചാൽ മോശ പറയും, മരുഭൂമിയിലായിരുന്നു, അഗ്നിസർപ്പങ്ങളുണ്ടായിരുന്നു, തേളുണ്ടായിരുന്നു, കൊടുങ്കാറ്റുണ്ടായിരുന്നു, ശത്രുക്കളെ ഞങ്ങൾ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രിയിലെ ഇരുട്ടിൽ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. പക്ഷെ രാത്രിയിലും സൂര്യൻ, പകലില് തണല്, കഴിക്കാൻ ആകാശത്തുനിന്ന് ഫുഡ്. ടാപ്പ് തുറക്കുന്ന പോലെയാണ് പാറ അടുത്ത് ചെന്ന് വെള്ളം കുടിക്കുന്നത്. ഞങ്ങൾ കൂടാര പെരുന്നാൾ ആചരിച്ചു. ജോസഫിനോട് ചോദിച്ചാൽ ജോസഫ് പറയും, ലോകത്തെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന ഭരണാധിപൻ, രാജാവ് ജയിലില് സെൽമുറിയില് എൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ ആശ്വസിപ്പിച്ച് ഞാൻ കൂടാര പെരുന്നാൾ ആചരിച്ചു. എന്ന് പറഞ്ഞാൽ വലിയൊരു ബിൽഡിങ്, കോട്ട കൊത്തളങ്ങൾ, അതിനകത്ത് പാതിയത്ത മനസ്സുമായിട്ടിരിക്കുന്ന, പിന്നെ പാപത്തിൽ നിന്ന് ആര് രക്ഷിക്കും, എനിക്ക് കുറ്റബോധമുണ്ട്, ഞാൻ രോഗിയാണ്, എനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞ് നെടുവേർപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ചെറിയൊരു ഷെഡാണെങ്കിലും അതിനകത്ത് ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള തിരിച്ചറിവിൽ അവനെ പാടി ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം എവിടെയാണ്? നീതിമാന്മാരുടെ കൂടാരങ്ങളിലാണ്. ഇന്ന് കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് നീതി കൽപ്പിച്ചിരിക്കുകയാണ്. അത് പ്രാപിച്ചാൽ കൂടാരത്തിൽ ഘോഷമുയരും. കൂടാര പെരുന്നാൾ പിതാവായ ദൈവത്തോട്, പുത്രനായ ദൈവത്തോട്, പരിശുദ്ധാത്മാവായ ദൈവത്തോടു കൂടെ ആഘോഷിക്കാം. അതാണ് സമൃദ്ധി.